40 എല്ലാം. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 45 വർഷത്തോളം. ഇത് പഴയ കാലത്ത് ഈ ഒരു പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സാധാരണ പഴയ കാലത്ത് മൂന്ന് ഒരേ സമയത്ത് 3 എണ്ണം വീടും മറ്റും ചെയ്യാവുന്ന സംവിധാനം, അതായത് അതുപോലെ മെഷീനാണ് ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ വളരെ ചുരുക്കമായിട്ടുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന 100 വർഷത്തോളമായൊരു മെഷീനാണ്. ആ മെഷീനാണ് ഇത്. അതാണ് ഈ മെഷീൻ. ഇത് എനിക്ക് 3-4 സിലിണ്ടറുണ്ട്. ഇത് കാർബൺ ഡയോക്സൈഡ്. നമുക്ക് ഇതുപോലെ തുറക്കുമ്പോൾ ഈ ഗ്യാസ് ഈ സിലിണ്ടർ ഇവിടെ റെഗുലേറ്റർ വന്നിട്ട് ഈ റെഗുലേറ്റർ ഗ്യാസ് തുറന്നിരിക്കുക. അപ്പോൾ റെഗുലേറ്റർ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി അത് ഈ മെഷീനകത്തോട്ട് കുപ്പിയെല്ലാം വെച്ച് ഇതിൻ്റെ ശേഷം വേണം ഇങ്ങോട്ട് ഗ്യാസ് ഇതിനകത്തോട്ട് 3 കുപ്പി ശരിക്കാൻ വയ്ക്കുക. കുപ്പി വയ്ക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ മെഷീനകത്ത് ഒരു പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പിന് 3 ഹോളുണ്ട്. 3 ഹോളുണ്ട്. അത് ഈ മെഷീൻ ഇത് കട്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ വാഷർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഒരു മെഷീൻ്റെ അകത്ത് കൂട്ടി ഇട്ട് കഴിഞ്ഞ് ഈ ഗ്യാസ് ഇതിനകത്ത് തുറന്നു വരുമ്പോൾ ടൈറ്റ് ആക്കിയില്ലെങ്കിൽ ഗ്യാസ് പുറത്തോട്ട് പോകും. അത് പോകാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കാണും. അതിന് വേണ്ടിയാണ് ഇത് ടൈറ്റ് ആക്കുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായി കുപ്പി നല്ല പ്രസായിട്ടായിരിക്കും. ഇനി ഈ ഗ്യാസ് കയറി വരുമ്പോൾ ഗ്യാസ് തുറവായിട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ ഗ്യാസ് കൂടുതൽ തുറന്നു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ കറക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണ 3-4 കറക്കിയാണ് ഈ കൂട്ടാറുള്ളത്. അപ്പം കുപ്പിയുടെയൊക്കെ പഴക്കമെല്ലാം കണക്കിലായിക്കൊണ്ട് ഈ ഒറ്റ കറക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പൂർത്തീകരിക്കുന്നത്. ഇതിപ്പോൾ കുപ്പി നേരെ വിട്ടിരിക്കുകയാണ്. ഈ കുപ്പി ഞാൻ കറക്കാനായിട്ട് നേരെ കുത്തി തുറന്നുകൊണ്ട് നേരെ കമഴ്ത്തി വരുമ്പോൾ ഇങ്ങനെ അമർത്തി വരുമ്പോൾ ഈ വട്ട് അതിനകത്ത് കയറിയ ഗ്യാസ് പുറത്തോട്ട് തള്ളുമ്പോൾ ഈ ഗ്യാസിൻ്റെ പവർ കൊണ്ട് നമ്മൾ പൂട്ടുക. അത് കയറിക്കൊണ്ട് ചടവൊന്ന് പൂട്ടും. അപ്പോൾ ഇതിൻ്റെ പവർ കൊണ്ട് ഈ വട്ട് ഈ വാഷറിൽ കടിച്ചിരിക്കും ടൈറ്റായിട്ട്. ഇനിയിപ്പോൾ കാണിക്കാം. ഗ്യാസ് നമ്മൾ സെല്ലാം ശരിയാക്കിയിരിക്കുക. തുറക്കാൻ പോവേ ഈ ഒരു കറക്കി ഗ്യാസ് കയറ്റുകയാണ്. ഇപ്പം ഗ്യാസ് കയറ്റുകൊണ്ടിരിക്കുക. ഓക്കെ. ഇത് 3-4 പ്രാവശ്യം കറക്കണം. സാധാരണ ഗ്യാസ് കുറവാണെങ്കിൽ ഇത് കൂട്ടിയിട്ട് വെച്ചായിട്ടുള്ള ഒറ്റ അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നേരെയുള്ള കുപ്പി നേരെ കമഴ്ത്തിയല്ല വന്നത്. അപ്പോൾ ഇത് ചടാം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥാനത്താണ് ഈ വിരൽ പ്രയോഗം. പഞ്ചസാര ലൈനാണോ? അതെ. ഇത് നമ്മൾ മിക്സിയിലടിച്ച് ഇഞ്ചി ഇത് ശരിയാണ്. ഇത് കുടിക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവും. ഇതിലൊരു
അറിയാവുന്ന സാധനമായിരിക്കും. തണുപ്പിരിക്കട്ടെ. ബാഗ് ഇതാ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ സോഡ നാരങ്ങകളും മറ്റ് സോഡ നാരങ്ങകളും ഇഞ്ചി വിത്ത് ഇഞ്ചി സോഡ നാരങ്ങകളെന്നുള്ള പ്രത്യേകത ഇവിടെയുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന